കോൺഗ്രസ്സായി നിലനിൽക്കാൻ കഴിയുന്നുണ്ടോ? എനിക്ക് അഭിമാനത്തോടുകൂടി പറയാൻ പറ്റും, കോൺഗ്രസിന് കോൺഗ്രസ്സായി തന്നെയാണ് നിലനിൽക്കുന്നത്. കാരണം മഹാത്മാഗാന്ധി പറഞ്ഞ കോൺഗ്രസ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ വേറെ ഒന്ന് രണ്ട് സംഭവങ്ങളൊക്കെ എടുത്ത് ചിലപ്പോൾ അതല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും അഴിമതിയെ സംബന്ധിച്ചൊക്കെ വേണേൽ പറയാം. പക്ഷെ ആശയപരമായിട്ട് കോൺഗ്രസ് 2014 പരാജയപ്പെട്ട് 44 സീറ്റിലേക്ക് പോയി. രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ ഏകദേശം 53 സീറ്റുകളിലേക്ക് പോയി. 10% എന്നുള്ള എണ്ണമില്ലാത്തതുകൊണ്ട് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് സ്ഥാനം പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിനുശേഷവും ആ സമയത്തും കോൺഗ്രസ് ഒരിക്കലും RSSനോട് സന്ധി ചെയ്യുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തെ പുലുകയല്ല ചെയ്തത്. AK ബാലൻ പറഞ്ഞതുപോലെ പേര് കണ്ടാൽ തീവ്രവാദികളെ തിരിച്ചറിയാം എന്നല്ല പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമി UDF അധികാരത്തിൽ വന്നാൽ ഭരിക്കുമെന്നല്ല പറഞ്ഞത്. മറിച്ച് കോൺഗ്രസ് പറഞ്ഞത് ഇതിനെതിരായിട്ടുള്ള ശക്തമായ പോരാട്ടത്തോടുകൂടി വെറുപ്പിനും വിദ്വേഷത്തിനുമെതിരെ കന്യാകുമാരി മുതൽ കശ്മീർ വരെ കാൽനടയായി നടന്ന് വെറുപ്പും വിദ്വേഷവുമാണ് ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശത്രു. അതിൽ നിന്നാണ് RSSും BJP നേട്ടം കൊയ്യുന്നത്. അതുകൊണ്ട് അടിസ്ഥാനപരമായി ഈ രാജ്യത്ത് സമാധാനം കൊണ്ടുവരണമെങ്കിൽ മതസൗഹാർദ്ദം മാത്രമാണ് രക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് 4082 കിലോമീറ്റർ കാൽനടയായി മുംബൈയിലേക്ക് എല്ലാ മനുഷ്യർക്കും നീതി ലഭ്യമാക്കണം. നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് ആശയം മറക്കരുത്. നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് ആശയം ഈ രാജ്യത്തുള്ള എല്ലാ മതവിഭാഗങ്ങൾക്കും, എല്ലാ ജാതി വിഭാഗങ്ങൾക്കും, എല്ലാ മനുഷ്യർക്കും ഈ രാജ്യത്തിന്റെ വിഭവങ്ങളിൽ പങ്കാളിത്തത്തിന് അർഹതയുണ്ട്. അതാണ് അവർക്ക് നൽകേണ്ട നീതി എന്ന് പറഞ്ഞ് കോൺഗ്രസിന്റെ, മഹാത്മാഗാന്ധിയുടെ കോൺഗ്രസിന്റെ നെഹ്റുവിന്റെ സോഷ്യലിസം ഉയർത്തിപ്പിടിച്ചാണ് ഞങ്ങൾ പോരാടിയത്. അങ്ങനെയാണ് ഞങ്ങൾ 100-ലെത്തിയത്. അല്ലാതെ നിങ്ങൾ 3 അപ്പൊ തന്നെ മുസ്ലിം വിഭാഗത്തെ ഭീകരവാദികളായി ചിത്രീകരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടല്ല. ഹിമാചൽ പ്രദേശിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഡൽഹിയിൽ പോയിട്ട് മലപ്പുറത്ത് ഭീകരവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയായിട്ടല്ല ഞങ്ങൾ തിരിച്ചു വന്നത്. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2ാം ഘട്ടം കഴിഞ്ഞപ്പോൾ മക്കളെയും പിള്ളേരെ എല്ലാവരും കൂട്ടി നേരെ ടൂർ പോയ പിണറായി വിജയൻ അല്ല. മറിച്ച് ഈ രാജ്യത്ത് ഈ സംഘപരിവാറിനെതിരെ നേർക്ക് നേർ നിന്ന് പോരാടി. നഷ്ടം പറഞ്ഞില്ലേ നിങ്ങള് പിണറായി വിജയനെ വേട്ട അതൊന്നും അല്ല. 38 കേസാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ഉള്ളത്. ജയിലാണ് 38 കേസ്. 55 മണിക്കൂറാണ് ED ഇരുത്തി ചോദ്യം ചെയ്തത്. അദ്ദേഹത്തിന്റെ ലോക്സഭാ അംഗത്വമാണ് റദ്ദാക്കിയത്. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ നിന്ന് പുറത്താക്കി. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള നിരവധി ശ്രമങ്ങൾ നടത്തു. അദ്ദേഹത്തെ കായികമായി കയ്യേറ്റം ചെയ്തു. പക്ഷേ ഞങ്ങളവിടെ വഴങ്ങിയിട്ടില്ല. ഞങ്ങളവിടെ വഴങ്ങാതെ RSSനെതിരെ നേർക്കുനേർ നിന്ന് പോരാടുകയായിരുന്നു. പിണറായി വിജയൻ രാത്രിക്ക് രാത്രി ഫ്ലൈറ്റ് പിടിച്ച് കൊച്ചിയിലേക്ക് വന്ന പോലെ അല്ല പോരാട്ടം. അതുകൊണ്ട് അതൊക്കെ അങ്ങ് പോയി പറഞ്ഞാൽ മതി. ഈ പോരാട്ടം നടക്കുമ്പോൾ അത് പോരാട്ടമല്ല പൊറോട്ടയാണെന്ന് എഴുതി വെച്ചവരാണ് നിങ്ങൾ. BJP ആരോപണം ഉന്നയിക്കുന്നതിന് മുമ്പ് കണ്ടെയ്നർ യാത്ര എന്ന് പറഞ്ഞവരാണ് നിങ്ങൾ. മനസ്സിലായില്ലേ? അതുകൊണ്ട് നിങ്ങളുടെ മതേതരത്വമൊക്കെ നിങ്ങൾക്ക് പ്രശ്നം എന്ന് അറിയോ? ഇന്ന് കമ്മ്യൂണിസ്റ്റുകാർ, യഥാർത്ഥ ഇടതുപക്ഷം നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം എന്നോട് വസീഫ് ചോദിച്ച ചോദ്യമാണ്. നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റായി നിലനിൽക്കാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾക്ക് ഇടതുപക്ഷമായി നിലനിൽക്കാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾ ഇടതുപക്ഷമായിട്ടാണ് നിലനിൽക്കുന്നതെങ്കിൽ അംഗീകാരം ലഭിക്കാത്ത ഒരു പ്രോജക്റ്റിന്, കേരളത്തിന്റെ മുഴുവൻ പ്രകൃതിയും തകർത്തുകൊണ്ട് നടക്കുന്ന ഒരു പ്രോജക്റ്റിന് മനുഷ്യന് നോട്ടീസ് പോലും കൊടുക്കാതെ വീട്ടിൽ നിന്ന് ബലമായി പിടിച്ചിറക്കി അതിനകത്ത് മഞ്ഞക്കുറ്റി സ്ഥാപിക്കില്ല. ഒരു കമ്മ്യൂണിസ്റ്റിനും ഒരു ഇടതുപക്ഷത്തിനും അത് ചെയ്യാൻ കഴിയില്ല. അത് ചെയ്തവരാണ് നിങ്ങൾ. അലനും താഹയും പോലെയുള്ള പാവപ്പെട്ട 2 ചെറുപ്പക്കാരെ അവർ ഏതോ പരിപാടിയിൽ പോയി കണ്ടു എന്നുള്ളതിന്റെ പേരിൽ ഈ സംസ്ഥാനത്തിന് മാവോയിസ്റ്റും നക്സൽ വിരുദ്ധ വേട്ടയ്ക്ക് കോടികൾ ലഭിക്കുന്നതിന് വേണ്ടി അവരെ ജയിലിൽ തള്ളില്ലായിരുന്നു. അത് ഇടതുപക്ഷത്തിന് ചെയ്യാൻ കഴിയില്ല, അത് കമ്മ്യൂണിസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അത് ചെയ്ത ആളുടെ പേരാണ് പിണറായി വിജയൻ. അതുപോലത്തെ ഇവിടുത്തെ പാവപ്പെട്ട KSRTCയുടെ അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരോടും നിങ്ങൾക്ക് ശമ്പളം തരേണ്ടത് ഒരു ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വമല്ല എന്നൊരു കമ്മ്യൂണിസ്റ്റിനും പറയാൻ കഴിയില്ല, ഒരു ഇടതുപക്ഷക്കാരനും പറയാൻ കഴിയില്ല. അത് പറഞ്ഞ ആളാണ് പിണറായി വിജയൻ. അതുകൊണ്ടാണ് ഞങ്ങൾ പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് അല്ല. റെജി ലൂക്കോസ് ഒക്കെ BJP തരാതരം പോലെ ഇത്തരത്തിലുള്ള ബന്ധങ്ങളിൽ ഏർപ്പെടുന്നവരാണ്. എല്ലാവരും ഒരേ സമയം. ഞാൻ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല. 1940 നോർത്ത് വെസ്റ്റ് ഫ്രണ്ട് പ്രൊവിൻസിലും അതുപോലെ തന്നെ കൽക്കട്ടയിലുമെല്ലാം അധികാരത്തിലേക്ക് വന്ന ആരുടെ കൂടെയാ? അന്നത്തെ ജിന്നയുടെ മുസ്ലിം ലീഗിനൊപ്പം അധികാരത്തിലെത്തിയവരാണ് ഹിന്ദു മഹാസഭ. അതിന്റെ പിന്തുണക്കാരാണുള്ളവര് ഇല്ലേ? ഇവരെല്ലാവരും. പിന്നെ മറ്റുള്ളവർ മതരാഷ്ട്രവാദം പറഞ്ഞാൽ അതൊക്കെ തീവ്രവാദികൾ. RSS അല്ലേ ഇവിടുത്തെ ഏറ്റവും വലിയ തീവ്രവാദി? തീവ്രവാദി ആക്രമണങ്ങളുടെ കണക്കെടുത്താൽ ഇന്ത്യയിൽ നിന്നുള്ള ഒരു മുസ്ലിം സംഘടന, ഇന്ത്യയിൽ നിന്ന് ജനിച്ചത്, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം, അൽ-ഖ്വയ്ദയെ മറ്റൊന്നുമല്ല, ഇന്ത്യയിൽ നിന്നുള്ള ഒരു മുസ്ലിം സംഘടന നടത്തിയ ഒരു ആക്രമണം അൽ ഉമ നടത്തിയ കോയമ്പത്തൂരിലെ ആക്രമണമായിരിക്കും.
പക്ഷെ RSSന്റെ ചരിത്രം എടുത്താൽ മഹാത്മാഗാന്ധിയെ കൊന്നത് മുതൽ സനാതൻ സംഘടന നടത്തിയ ആക്രമണം, മാലേഗാവ് നടത്തിയ ആക്രമണം, ഗുജറാത്തിൽ ട്രെയിൻ കത്തിച്ചത് ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള ബോംബ് സ്ഫോടനങ്ങളും ആക്രമണങ്ങളും നടത്തിയത് RSS ആണ്.